അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോം ടാബിലെ എഡിറ്റിംഗ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പാണ്. ഈ കാണുന്നതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ്. എഡിറ്റിംഗ് കമാൻഡ് ഗ്രൂപ്പിനകത്ത് മെയിൻലി 3 കമാൻഡുകളാണ് വരുന്നത്: ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട്. അപ്പോൾ ഈ 3 കമാൻഡുകളാണ് എഡിറ്റിംഗ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഫൈൻഡ് കമാൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ടെക്സ്റ്റ് യൂസിങ് അഡ്വാൻസ്ഡ് സെർച്ച് ഓപ്ഷൻ സച്ച് ആസ് മാച്ച് കേസ് ആൻഡ് ഹോൾ വേർഡ്സ് ഓൺലി. അതായത് നിങ്ങൾക്ക് ഈ പാരഗ്രാഫ്, ഞാനിപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് എടുത്തിട്ടുള്ളൂ. നോർമലി നിങ്ങളുടെ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പാരഗ്രാഫുകൾ കാണും ഇതുപോലത്തെ, അല്ലെങ്കിൽ ഒരുപാട് സെൻറ്റൻസുകൾ കാണും. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വേർഡ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഫൈൻഡ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ്. ഫൈൻഡ് കമാൻഡ് ഗ്രൂപ്പിൻ്റെ ഷോർട്ട് കട്ട് കീ ഇവിടെ തന്നിട്ടുണ്ട്, Ctrl+F. ഫൈൻഡ് എന്നുള്ള കമാൻഡ് ഗ്രൂപ്പിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+F ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫൈൻഡ് കമാൻഡ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഞാനിപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ഡയലോഗ് ബോക്സ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡയലോഗ് ബോക്സിൽ നമുക്ക് ഈ പാരഗ്രാഫിനകത്ത് വരുന്ന സെൻറ്റൻസ് മാത്രമേ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇതിനകത്ത് ഞാൻ ഇലക്ട്രോണിക് എന്ന് പറയുന്ന ഒരു വേർഡ് ഈ പാരഗ്രാഫിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് സെർച്ച് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സ്പെല്ലിംഗ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ഈ ഒരു കമാൻഡ് ആ വേർഡ് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, നമ്മൾ ഇലക്ട്രോണിക് എന്ന് പറയുന്ന വേർഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഫൈൻഡ് ചെയ്യാം. ഫൈൻഡ് നെക്സ്റ്റ്. കണ്ടോ, ഇപ്പോൾ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ വേർഡ് ഹൈലൈറ്റ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ദേ ഇലക്ട്രോണിക്. വേറൊരു വേർഡും കൂടെ ടൈപ്പ് ചെയ്യാം. ബിഗിനിങ്. ഞാൻ ബിഗിനിങ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫൈൻഡ് ചെയ്യാൻ പോവാണ്. കണ്ടോ, വി കുഡൻറ്റ് ഫൈൻഡ് വാട്ട് യു വെയർ ലുക്കിംഗ് ഫോർ. നിങ്ങൾ നോക്കുന്ന വേർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാനിവിടെ അടിച്ച സ്പെല്ലിംഗ് കറക്റ്റാണ്. ബിഗിനിങ്ങിന് ഞാൻ ആ സെൻറ്റൻസിനകത്ത് 2 N കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 1 N കൊടുത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്, അത് ഫൈൻഡ് ചെയ്യാത്തത്. ഇനി ഞാൻ ആ ഒരു വേർഡ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് കൊടുത്തപ്പോൾ കണ്ടോ, ആ ഒരു വേർഡ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഫൈൻഡ് കമാൻഡിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനകത്ത് എവിടെയാണ് ഇപ്പോൾ ഇതൊരു 5-6 പേജ് അല്ലെങ്കിൽ ഒരു 5-6 സ്ലൈഡ് വരുന്ന ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ആണെങ്കിലും നമുക്ക് ഈ ഫൈൻഡ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു വേർഡ് സെർച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കമാൻഡാണ് ഫൈൻഡ് കമാൻഡ്. അടുത്തത് എന്താണ്, റീപ്ലേസ് എന്ന് നമുക്ക് നോക്കാം. Search for text you had like to change and replace it with something else. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേർഡിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആ വേർഡിന് പകരം വേറൊരു വേർഡ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണ് എന്ത്, റീപ്ലേസ് എന്ന് പറയുന്ന കമാൻഡ്. അപ്പോൾ ഈ റീപ്ലേസ് കമാൻഡിനകത്ത് അതിൻ്റെ ഷോർട്ട് കട്ട് കീ തന്നിട്ടുണ്ട്. Ctrl+H എന്നുള്ളതാണ് റീപ്ലേസിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നതിൽ ഈ സെഞ്ച്വറി എന്ന് പറയുന്ന വേർഡിനകത്ത് ആ വേർഡ് തെറ്റാണ് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് എനിക്ക് ആ വേർഡ് എന്ത് ചെയ്യാൻ പറ്റും, തിരുത്താനായിട്ട് പറ്റും. ഇപ്പോൾ റീപ്ലേസ് എടുത്തപ്പോൾ ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. ഫൈൻഡ് വാട്ട് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. ഒരു സ്പേസ് ഉണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട്. റീപ്ലേസ് വിത്ത് ഇവരുദ്ദേശിക്കുന്നത് നമ്മൾ ഏത് വേർഡാണോ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഉള്ളത് ആദ്യം ഇതിന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആ വേർഡിനെ മാറ്റി പകരം എന്ത് വേർഡ് ചേർക്കണം എന്നുള്ളതും എന്ത് ചെയ്യുക, റീപ്ലേസ് വിത്ത് എന്നുള്ള കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സെഞ്ച്വറി എന്നുള്ള വേർഡാണ് എനിക്കിവിടെ തെറ്റിപ്പോയത്. TUA ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെഞ്ച്വറി. അതിന് പകരം എന്ത് വേർഡാണ് അത് കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് എനിക്ക് അവിടെ എൻ്റർ ചെയ്യണം. കണ്ടോ, ഞാൻ ഈ വേർഡ് വെച്ച്
എന്ത് ചെയ്യാണ്, റീപ്ലേസ് ചെയ്യാണ്. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് എവിടെയാണോ സെഞ്ച്വറിയിൽ നിന്ന് ടൈപ്പ് ചെയ്തത് ഏറ്റവും അടുത്തുള്ള സെഞ്ച്വറിയിൽ എന്ത് ചെയ്യും, ഇത് ചേഞ്ച് ചെയ്യും. ക്ലോസ് ചെയ്ത ഈ ഡയലോഗ് ബോക്സ് ഇവിടെ നിന്ന് മാറും. ദെൻ റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു വേർഡ് മാത്രം റീപ്ലേസ് ആവും. ഇപ്പോൾ റീപ്ലേസ് ഓൾ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാരഗ്രാഫിൽ എവിടെയെല്ലാമോ ഞാൻ സെഞ്ച്വറി എന്നുള്ള വേർഡ് തെറ്റായിട്ട് അടിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം മാറി സെഞ്ച്വറിയിൽ നിന്ന് ആക്കാനും എന്ത് ചെയ്യും, ഈ ഒരു കമാൻഡ് ഹെൽപ്പ് ചെയ്യും. നമുക്ക് നോക്കാം. ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തപ്പോൾ ആ വേർഡ് ഹൈലൈറ്റ് ആയി വന്നിട്ടുണ്ട്. കണ്ടോ, സെഞ്ച്വറി എന്ന് പറയുന്ന വേർഡ് എന്തായിട്ടുണ്ട്, ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ട്. റീപ്ലേസ് കൊടുക്കാം. കണ്ടോ, അവരെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കൊടുത്ത വേർഡ് അവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, 19th century ഇപ്പോൾ അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ബാബേജ് എന്ന് പറയുന്ന വേർഡ് എനിക്ക് എന്ത് ചെയ്യണം, ബാബേജിൻ്റെ ബി എനിക്ക് ക്യാപിറ്റലായിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അതും ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. റീപ്ലേസിൽ ഒന്നുകൂടെ റീപ്ലേസ് എടുത്തു. ബാബേജ് എന്നുള്ള വേർഡ് ഞാനിവിടെ കോപ്പി ചെയ്യുകയാണ്. ബാബേജിൻ്റെ ബി എനിക്ക് ക്യാപിറ്റലാക്കണം. ഫൈൻഡ് നെക്സ്റ്റ്, റീപ്ലേസ്. കണ്ടോ, അവർ മാച്ചായിട്ടുള്ള വേർഡിനെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കമാൻഡാണ് ഫൈൻഡും റീപ്ലേസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സെലക്ട് എന്ന് പറയുന്ന കമാൻഡ്. നമുക്ക് നോക്കാം. ഡോക്യുമെൻറ്റിനകത്തുള്ള ടെക്സ്റ്റോ ഓർ സെലക്ടിങ് ടെക്സ്റ്റ് വിത്ത് സർട്ടൺ ഫോർമാറ്റിംഗ് ഒബ്ജക്റ്റ് ദാറ്റ് ആർ ബിഹൈൻഡ് ടെക്സ്റ്റ്. അതായത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഫോർമാറ്റിംഗ് ആഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകളായിരിക്കും കുറേ കൂടെ സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പം. ഇതിനൊരു ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡ്രോപ്പ് ഡൗണിലുള്ളതെന്ന്. സെലക്ട് ഓൾ, സെലക്ട് ഒബ്ജക്റ്റ്, സെലക്ട് പെയിൻ, സെലക്ഷൻ പെയിൻ. ഇപ്പോൾ സെലക്ട് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് എല്ലാം എന്താവും, ഒന്നിച്ച് സെലക്ട് ആവും. നമ്മളിപ്പോൾ Ctrl+A എന്നുള്ള ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്ത് ഈ ടെക്സ്റ്റ് ഫുള്ള് സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് സംഭവിക്കും, സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് എല്ലാം സെലക്ട് ആവും. എന്നാൽ സെലക്ട് ഒബ്ജക്റ്റ് കൊടുത്താലോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് മാത്രം എന്താവും, സെലക്ട് ആയിട്ട് വരും. നമ്മളിപ്പോൾ ഇവിടെ ഷേപ്സോ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെലക്ട് ഒബ്ജക്റ്റ് എന്നുള്ളത് ഇവിടെ ആക്റ്റീവായി കാണാൻ പറ്റത്തില്ല. ഇതും ഈ 3 കമാൻഡുകളാണ് മെയിൻലി എഡിറ്റിംഗ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് വന്നിരിക്കുന്നത്. ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട്. ലാസ്റ്റ് ആഡിൻസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമുക്ക് തന്നിട്ടുണ്ട് കമാൻഡ് ഗ്രൂപ്പിനകത്ത്. ആഡിൻസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ആഡിൻസ് എന്ന് പറയുന്നത് ഫൈൻഡ് ആഡിൻസ് ദാറ്റ് ആഡ് ന്യൂ ഫങ്ഷൻസ് ടു ഓഫീസ്, സിംപ്ലിഫൈ ടാസ്ക് ആൻഡ് കണക്ട് യു ടു സർവീസ് യു യൂസ് എവറിഡേ. അതായത് നമ്മൾ ഈ ഓരോ ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, ഡ്രോ ടാബ്, ഇതിനകത്ത് കാണുന്ന ഓരോ കമാൻഡുകളെ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആഡിൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്ട്രാ കമാൻഡ്സ് ആഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണ് എന്ത്, ആഡിൻസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കമാൻഡ്സ് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ആഡിൻസ് എന്നുള്ളത്. ഇതിപ്പോൾ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഒരു എക്സാമ്പിൾ നമുക്ക് എന്താവും, ഇവിടെ ലോഡായി വരാനായിട്ട് തുടങ്ങും. കുറച്ച്, അതായത് ഇപ്പോൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കമാൻഡ് ഗ്രൂപ്പുകൾ, സമ്മ് പോലത്തെയൊക്കെ, സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഓരോ കമാൻഡുകൾ ഇവിടെ ആഡ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ആഡിൻസ് എന്നുള്ളത്. അപ്പോൾ മെയിൻലി ഇത് ഇത്രയാണ് നമ്മൾ ഈ ഹോം ടാബിനകത്ത് പഠിക്കുന്നത്. ആദ്യം നമ്മൾ പഠിച്ചത് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പാണ്. അത് കഴിഞ്ഞിട്ട് സ്ലൈഡ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ് പഠിച്ചു, ഫോണ്ട് കമാൻഡ് ഗ്രൂപ്പ് പഠിച്ചു, പാരഗ്രാഫ് കമാൻഡ് ഗ്രൂപ്പ് പഠിച്ചു, ഡ്രോയിങ്സ് എന്ന് പറയുന്ന
ഉപയോഗിക്കുന്ന കമാൻഡ് ഗ്രൂപ്പ് പഠിച്ചു, എഡിറ്റിംഗ് പഠിച്ചു, ലാസ്റ്റ് പഠിച്ചതാണ് ആഡ് ഇൻ. അപ്പോൾ മെയിൻലി ഇത്രയും കമാൻഡ് ഗ്രൂപ്പുകളും കമാൻഡുകളുമാണ് നമ്മുടെ ഹോം ടാബിൽ വരുന്നത്. അപ്പോൾ ഈ ആഡ് ഇൻസോട് കൂടി എന്ത് സംഭവിച്ചു, നമ്മുടെ ഹോം ടാബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇൻസേർട്ട് ടാബ് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഹോം ടാബിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ടീച്ചേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം.